എന്താ അത്? അതപ്പൊ മണ്ണാക്കപ്പോ അത് മണ്ണാക്കണ്ടോണ്ണി ആരൊക്കെ പണിയെടുക്കണം? അതാ ആ ആ ആ ആ മണ്ണാക്കൊന്നുമില്ല. പണിയെടുക്കാരായവര് തിരിഞ്ഞു നോക്കണില്ല. ഏ പണിയെടുക്കാരായവര് തിരിഞ്ഞു നോക്കണില്ല അറിയാം. അത് ചെറുപ്പത്തിലേ കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓ അതാ വരുന്നു. കുറച്ചിട്ട് കഴിഞ്ഞ പിന്നെ ഈ ഭാഗത്ത് കൂടെ ഉണ്ടാവില്ല. ഈ ഭാഗത്ത് കൂടെ ഉണ്ടായില്ല. ഇപ്പൊ എന്താ ഒരു താല്പര്യം. പണ്ട് കിച്ചു ഇങ്ങനെയായിരുന്നു, എന്താർന്നു ഒരു ഉഷാറ്. എന്താ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കിച്ചൂട്ടൻ വലുതായ നല്ല സഹായിക്കുന്നത്. ഇപ്പൊ ഇവിടെ കടക്കണ ഒരു സാധനം എടുത്തിട്ട് അയ്യോ ഇപ്പൊ ഇവിടെ കിടക്കണ ഒരു സാധനം എടുത്തിട്ട് അവൻ അപ്പുറത്തേക്ക് ഇടില്ല. നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, കല്യാണത്തിന് പോയി കഴിഞ്ഞ് വന്നിട്ടേ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്ന് ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ. കടക്കല ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ തുണി തിരുമ്പിയിട്ടിട്ട് പോയതാ, തോരട്ടിട്ടില്ല. തുണി തോരടാൻ കണ്ടു കഴിഞ്ഞല്ലേ പൊന്നൂന് അപ്പം അത് ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ അവന് സമാധാനം ഉണ്ടാവില്ല. കണ്ടോ മേത്തുക്കൊണ്ട് എന്താ വീക്കിൽ കാണിക്കണേ? അതാ തലേ കൂടെ അതാ മണ്ണിൽ കൂടെ അത് നീളണ്ട് ഒത്തേ നമ്മുടെ നെയ്റ്റി അടി പൊന്നേ. അതാ വരും കൂടി വെച്ചിട്ട്. ഓ ഇതാ കുന്തം, അതാ കുന്തം തേങ്ങയാണ്. ഇന്നലെ നമ്മൾ കല്ലടിക്കോട് പോയി പറഞ്ഞില്ലേ, ഇതാ കണ്ടോ ഒരു ചെരുപ്പതും ഒരു ചെരുപ്പതും കണ്ടോ. ഇതിന് രണ്ടിനും പാടെ എത്രയും നിങ്ങളുടെ വിചാരം എത്രയായിട്ടുണ്ടാവും? ഇതിന് രണ്ടിനും പാടെ 16 1500 1400 1400 1300. ഇതാണ്ടോ ഇത് നല്ല രസല്ലേ കാണാന് അല്ലേ? ഇത് മഞ്ഞുണ്ട്. 5 5 10 5 4 9 ചുരുങ്ങിയത് എത്ര? 900. 900 രൂപയ്ക്കൊക്കെ ഞാൻ ചെരുപ്പ് വാങ്ങണം. നിങ്ങൾക്കൊന്നും ഉണ്ടാവും. ഈ ചെരുപ്പിനില്ലേ ഇതിന് 200 രൂപ കേട്ടോ. ഈ ചെരുപ്പിന് 200 രൂപയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇത് ഇടാൻ നല്ല സുഖം. അവിടെ കണ്ടപ്പോൾ കണ്ടോ എന്താ ഇവിടെ വന്നപ്പോൾ അമ്മൂനും ഇത് ഇഷ്ടമായില്ല. അമ്മു പറയാണ് ഇത് പഴയ മോഡൽ ചെരുപ്പാണ് എന്ന്. അതൊരു പക്ഷേ അങ്ങനെയാവാം. അതിപ്പോൾ ഓരോ മോഡൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇത് രണ്ട് ചെരുപ്പിനും പാടെ കൂടിയിട്ടില്ലേ എന്താ 430 രൂപ മറ്റോട്ടോ. ഇത് ഇടാൻ ഇതാണ്ടോ ഇത് ഇങ്ങനെ ഒരു ഇതിൻ്റെ കേട്ടോ, കുറച്ച് നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടോ അവർ. അതാണ് ഞാൻ ചെരുപ്പ് വാങ്ങിനാണല്ലോ ഇതേപോലെ ഇടാൻ നല്ല സുഖമായിരുന്നത്. ഇടുക നല്ല സുഖം കാണാൻ. ഞാൻ ഇപ്പോൾ മോഡൽ ഭംഗിയും കാര്യങ്ങളൊന്നും നോക്കിയില്ല, നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇടയിലേ വേണ്ടുള്ളൂ. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പാണ് പറഞ്ഞു. എൻ്റെ ചെരുപ്പില്ലേ ഒരു ഇവിടുത്തെ ഇത് പൊട്ടിയിട്ടേ കുറേ ആയിട്ടോ, ഇങ്ങനെ ഒരു കറുപ്പ് ചെരുപ്പിൽ ഞാൻ അതിട്ടിട്ട് തന്നെയാണ് കുറേ ആയിട്ട് പോവാണ്. കാരണം ഞാൻ എവിടേക്കും പോകണില്ലല്ലോ പറഞ്ഞിട്ട്. ഇത് കണ്ടപ്പോൾ ഇത് വിചാരിച്ചു വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ 200 രൂപയല്ലേ ഉള്ളൂ, വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇതിവിടെ ഇതിന് 230 രൂപ. എന്താ എന്നാൽ കല്ലടിക്കോടാണ് കേട്ടോ ചെരുപ്പ് വാങ്ങാൻ ലാഭമുള്ള കട അല്ലേ. കാരണം കോങ്ങാട്ടത്തിനേക്കാട്ടിലും ചെരുപ്പ് വാങ്ങാൻ കല്ലടിക്കോടാണ് സാധാരണ പോക്ക് കോങ്ങാടാണ്. ഇത് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് എന്നാൽ പോയി നോക്കാന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഹീലുള്ളത് കൊണ്ട് ഞാൻ തീരെ ഹീലില്ലാത്ത ചെരുപ്പാണ് കേട്ടോ ഉപയോഗിക്കുള്ളൂ. ഹീലുള്ളതുകൊണ്ട് ഹീലില്ലാത്ത ചെരുപ്പ്. ഞാൻ ഉയരണ്ടല്ലോ അതാണ്, ഞാൻ നല്ല ഹീലുണ്ടല്ലോ അത് ഞാൻ നല്ല ഉയരണ്ടല്ലോ എന്ന് പറയണേ. ഉയരമുള്ളത് കൊണ്ട് ഞാൻ ഹീലില്ലാത്ത ചെരുപ്പ് എടുത്തു കേട്ടോ. ബായോ ഇന്നലെ വാങ്ങിയ വേറൊരു സാധനം ഉണ്ട് കേട്ടോ, ചെരുപ്പൊന്നല്ല, നമ്മുടെ വീട് വെച്ച മുതൽ നമ്മൾ വാങ്ങണം എന്ന് ആഗ്രഹിച്ചൊരു സാധനം. പണിയാൻ സമയം കിട്ടാത്തതുകൊണ്ടാ. പണിയാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പണിയാണ് തൽക്കാലത്തേക്ക് അത് മതി അറിയാം. പിന്നെ പണിയാണ് പറഞ്ഞ വെച്ചാൽ ഉള്ളൊരു കാര്യം പറയാം. 3 4 2 ദിവസം എങ്ങനെയായാലും 2 ദിവസത്തെ പണി വേണം. പിന്നെ ആ പ്ലൈവുഡും വാങ്ങണം. അത് നമുക്ക് റെഡിമെയ്ഡ് അങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ വെച്ചാലേ നമ്മുടെ കാര്യം നടക്കില്ലേ വേണ്ടുള്ളൂ. നമ്മുടെ സാഹചര്യത്തിന് ഇപ്പോൾ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ താഴെ ഇരുന്നിട്ടോ വെക്കുക. എന്താ വാ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വിചാരിച്ച സാധനം തന്നെ കിട്ടുകയും ചെയ്തു. ഞാൻ നിൽക്കണ ഈ ഭാഗത്താണ് കേട്ടോ ശരിക്കും വെക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും വെക്കുക. ഇതാ കണ്ടോ ചെറിയൊരു പൂജാ റൂം വാങ്ങിയതാണ്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ അധികം ഉള്ളവർക്ക് നമ്മൾ താഴെ വെക്കണില്ല. ആദ്യം നമ്മൾ ഇവിടെ ഗണപതി ഹോമം ചെയ്ത സമയത്തെ ഞങ്ങൾ ചോദിച്ചിരുന്നു എവിടെയാണ് വിളക്ക് വെക്കാനുള്ളൊരു സ്ഥാനം എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ വെച്ചോളി, ഇവിടെയാണ് പറഞ്ഞു വെച്ചാൽ ആർക്കും താഴെ പണിയാൻ വേണ്ടി നിന്നത്. അപ്പോൾ അത് അവിടെ വേണ്ട, നമ്മൾ ഉദ്ദേശിച്ച 2 സ്ഥലത്തേക്കുന്നത് സൂട്ടല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണിയാതെ പിന്നെ പണിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമയം പോയതാണ്.
അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അന്നേ പണി തീരണ്ട. അതിൻ്റെ പകുതി ഇത് പണിയാൻ വേണ്ടി പകുതി പണിയാക്കി വെച്ചാൽ എന്നിട്ട് പകുതി പണി കണ്ടോ, അതിൻ്റെ കുറേ പീസ് കട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ പണിയാൻ വേണ്ടിയിട്ട് വെച്ച സാധനമാണ് ഇത്. എന്താ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെയാണ് വെച്ചിരുന്നത്. ഇവിടെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഫോട്ടോ വെച്ചിരുന്നത് കേട്ടോ. താഴെ നമ്മൾ ഇതേപോലെ തളികയിൽ നിലവിളക്കും വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറേയില്ലേ, എല്ലാ കാര്യങ്ങളും ശരി, ഇത് മാത്രം ശരിയായി ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വരുമ്പോൾ ചോദിക്കും നമ്മൾ വിളക്ക് വെക്കുന്നത് എവിടെ, വിളക്ക് വെക്കുന്നത് എവിടെയെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മുകളിൽ വെക്കുമ്പോൾ ഞങ്ങൾക്കൊരു പേടി, കാരണം ഇതിനൊക്കെ ഓരോ സ്ഥാനമില്ലേ എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ പിന്നെ പറഞ്ഞു, ഗുരുസ്വാമിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ പെൺകുട്ടികളാകുമ്പോൾ ഒരാളുടെ കൈ വയ്ക്കും ഒരാളുടെ കൈ വയ്ക്കും ഒരാൾ പറഞ്ഞിട്ട് വിളക്ക് ഇതാണ് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് തുറന്ന് നമുക്ക് ഇവിടേക്കാണ് വെച്ചാലും കുട്ടികളോട് വരണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാക്കണ്ട ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ചന്ദനത്തിരി. അതുപോലെ എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മളോട്. എന്താ എൻ്റെ അച്ഛൻ്റെ പണിയാണ് കേട്ടോ. നിങ്ങൾ സന്ധ്യാനാമം ചൊല്ലില്ലേന്ന്. നമ്മൾ സന്ധ്യാനാമമൊക്കെ ചൊല്ലുമൊക്കെ ചെയ്യട്ടോ. അതിൻ്റെ ബുക്കൊക്കെയാണ് ഇത്, ഭഗവത്ഗീത. പിന്നെ ചെറിയൊരു സന്ധ്യാനാമത്തിൻ്റെ ബുക്കും ഉണ്ട്. പക്ഷെ അത് വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാവരും മക്കളില്ലേ, അവരുടെ ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അത് കാരണമാണ് നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിലേട്ടാ. ഇപ്പോൾ പിന്നെ നമുക്കങ്ങനെ ശരിക്കായിട്ട് ഇരുന്ന് സന്ധ്യാനാമം ചൊല്ലാൻ പറ്റാറില്ല. ഒരാളുടെ കഴിയുമ്പോൾ അങ്ങനെ അറിയാമല്ലോ പെൺകുട്ടികളുള്ള വീട്ടിൽ. പിന്നെ ഇത് മാത്രമാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയൊരു ഫോട്ടോ. ഇതെന്താ ഇത് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു കളർ വ്യത്യാസം പോലെ. ഇത് കണ്ടോ, ഇതന്ന് മലയ്ക്ക് മാല, നമ്മുടെ വീട് കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അല്ലേ മലയ്ക്ക് മാല ഇട്ടില്ലേ. അപ്പോൾ നമ്മൾ അയ്യപ്പസ്വാമീനെ മാത്രം പോയി ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. ഇതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെതാ കണ്ടോ, ഇതെനിക്ക് നമ്മുടെ വീട് കയറി താമസത്തിന് കടമ്പഴിപ്പുറത്തുള്ള ഒരു ചേച്ചി തന്നതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഭദ്രമായിട്ട് പ്രസ് ചെയ്ത് പൂജാ റൂമിൻ്റെ ഉള്ളിൽ വെക്കണേന്ന്. അപ്പം നമ്മൾ ഇത്രയും ദിവസം വെച്ചിരുന്ന അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സ്ഥാനം കിട്ടിയില്ലേ. ഇനിയുണ്ട് കേട്ടോ, ഭഗവാനെ വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറേ ആയി ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ഒരു സംഭവമാണ്. ഇവിടെ കുറച്ച് പണിയുണ്ട്. എന്തായാലും നമുക്കത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ കോണിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടോ? നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, അതിൽ വെച്ചാൽ മതി എന്നുള്ളത്. കോണിയുടെ മേലെ വെക്കുന്ന വേറെ ഒന്നുമില്ല, ശുദ്ധക്കെടാവണ്ടെന്ന് വെച്ചിട്ട് റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ ഡൈനിങ് ഹാളിലൊന്നും വെക്കേണ്ട കാര്യങ്ങളല്ലല്ലോ അത്. അതാകുമ്പോൾ വൃത്തിയായിട്ട് ഒതുങ്ങിയോടത്തിരിക്കും ഒരാളുടെ. പിന്നെ നമ്മൾ എന്താ ചിക്കനും കഴിക്കും, ബീഫും കഴിക്കും, എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കതൊരു വിട്ട് വെക്കലേ വേണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതും നമ്മൾ ഇത് ആഗ്രഹിച്ച് വാങ്ങിയിട്ടോ. അത് എന്താ വീട് കയറിയിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായി, പക്ഷെ ഇതുവരെ നമുക്കിത് സാധിച്ചില്ല. ഉണ്ടാക്കിപ്പിക്കണം വിചാരിച്ചു. അതേ കളറിൽ അതിനോട് ചേരുന്ന മോഡൽ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടാ. അതിലേക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പണിയുണ്ട്. അവിടെയൊക്കെ കുറച്ച് കുത്തിപ്പൊളിക്കാനൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം അച്ചു വൈകുന്നേരത്തേക്കുള്ള തിരി കണ്ടോ, അത് അച്ചുവാണ് കേട്ടോ അധികം വിളക്ക് വെക്കാൻ നോക്കുക. ഞാനും വയ്ക്കുക. അപ്പോൾ കണ്ടോ അവള് ഇതൊക്കെ കഴുകി എന്താ തിരിയൊക്കെ ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഇനി വൈകുന്നേരം ആകുമ്പോൾ ചന്ദനത്തിരിയൊക്കെ കൊളത്തി മുപ്പത്തിയേര് ഇവിടെ ഇരുന്ന് അവളുടെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പക്ഷെ എന്താണെന്നറിയോ, ഇതാ കണ്ടോ അവര് സന്ധ്യാനാമം ചൊല്ലാൻ വേണ്ടി വരുമ്പോഴേക്കും അതന്നെ വിളക്കൊളത്തിട്ട് അവള് അപ്പൊ വന്ന് കയറി കഴിഞ്ഞ് പോകുമ്പോഴേക്കുള്ള പാടുകളാണ് ഇവിടുന്ന് കൊണ്ട് ഫുള്ള്. മുന്നേ ചുമരിക്കൂടെ തേക്കും. എന്താ എന്നാലും അവൾക്ക് വിളക്ക് വെക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. എന്താ വിളക്ക് വെക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്കാണ്. അതുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായോ നമ്മുടെ പൂജാ റൂം? ശരിക്കും അനിയേട്ടൻ ഇങ്ങനെയല്ലാട്ടോ വിചാരിച്ചിരുന്നത്. അനിയേട്ടൻ വലിയ ഗംഭീരാക്കണം എന്ന് വിചാരിച്ചാണ് ഇവിടുന്ന് ഇതുവരെയൊക്കെ വേണമെന്ന് പറഞ്ഞതാണ്. പൂജാ റൂം വലിയ പൂജാ റൂം ആക്കണമെന്ന്. എനിക്ക് അത്ര വലുതാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെറുത് ഇതെന്ന് വെച്ചാൽ നമുക്ക് വിളക്കുകൊളുത്തി രാവിലെയും വൈകുന്നേരം വിളക്കുകൊളുത്തി കഴിഞ്ഞ് വെച്ചാൽ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പൂജാ റൂം പണിയുന്ന തന്നെ മര്യാദ പൈസയിൽ കയറും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് ഏട്ടന് പണി അറിയുകയാണ് പറഞ്ഞാലും പ്ലൈവുഡ് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലൈവുഡ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് അത് തികയില്ല. സാധനം വേറെ പിന്നെ ഒന്നോ രണ്ടോ ഷീറ്റ് പിന്നെ വാങ്ങേണ്ടി വരും. അതിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ല പൈസ ഇറങ്ങും. അതിക്ക് നിന്നാൽ നല്ല പൈസ. ഇതാകുമ്പോൾ ഒന്നും വേണ്ട, പോയി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഭംഗി മതി. ഇത് മതി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്ന് നോക്കുമ്പോഴല്ലേ കാണുള്ളൂ. പിന്നെ അതാണ് മെയിനായിട്ട്. ഇതിപ്പോ ഇങ്ങനെ
കമ്മിയാക്കായിരുന്നു. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ചെയ്ത രീതിക്ക് ഇത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ കത്തും. ഇപ്പോൾ നമുക്ക് എത്ര ആവശ്യമുള്ളൂ കാരണം വിളക്കൊത്തിക്കാട്ട് കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നന്നാക്കായിരുന്നു. ഒന്നുകൂടി നന്നാക്കായിരുന്നു. അത് ശരി. ഇപ്പൊ തന്നെ ഒരു ഒതുക്കം വന്നു പറഞ്ഞില്ലേ അല്ലേ? ഇല്ലെങ്കിൽ ഇനിയിപ്പോ അത് അഷ്ടമംഗല്യ തട്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഇതെവിടെ എങ്ങനെയാണ് ഈ റീഡിംഗ് ടേബിള് വെച്ചില്ലേ, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇവിടെയാണ് ആദ്യം നമ്മള് പൂജാ റൂം ഉണ്ടാക്കാൻ. അത്ര വലിയ സ്ഥലം ഉണ്ട്, അപ്പൊ അതിന് നല്ല രീതിക്ക് ഉണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ വന്ന് കണ്ടവർക്കൊക്കെ അഭിപ്രായം എന്താ വെച്ചാൽ നമ്മുടെ ഊണുമേശ ഇവിടെ ഇല്ലേ, സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ അതിന് അന്ന് ഇരിക്കാനൊന്നും അപ്പൊ പറ്റില്ല. അപ്പൊ അതിനേക്കാൾ അത്യാവശ്യം സ്റ്റഡി ടേബിളിനല്ലേ. ഇപ്പത് സ്റ്റഡി ടേബിൾ അല്ല കേട്ടോ, ഇതിപ്പോ അനിയേട്ടന്റെ എന്താ ടേബിളാണ്. അനിയേട്ടൻ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഈ ടേബിളിൽ വെച്ചിട്ടാണ് ചെയ്യാറ് അല്ലേ. ഇതിപ്പോ ഏട്ടന്റെ ടേബിളാണ്. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ആ ഉമ്മറത്തായിരുന്നു കേട്ടോ. എന്താ അതാ കണ്ടില്ലേ, ആ ഭാഗത്താണ്, ആ മൂലയിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു തോന്നും. അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞു വെച്ചപ്പോ നമ്മള് ഈ സെറ്റ് വലിച്ചിടണ്ടേ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ ചോദിച്ചു, ഞങ്ങൾക്ക് എവിടെയും വെക്കാൻ സ്ഥലമില്ല, എന്താണ് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു അവിടെ വെച്ചോ, അവിടെ വെക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇറച്ചി തിന്നിയാച്ചാലും കുഴപ്പമില്ല, എന്താ ഇനി ആരെങ്കിലും വിരുന്നുകാർ വരികച്ചാലും കുഴപ്പമില്ല, ഒരു പ്രശ്നം. ടി വി സൗണ്ട് കുറച്ചും കൊണ്ട് സ്പീക്കറിൽ ചെവി കൊണ്ടുപോയി വെച്ചിട്ടാണ് ഓരോരുത്തർ ടി വി കാണുന്നത്. ഞങ്ങളിന്ന് പോയിട്ട് ബിരിയാണി ഒന്നുമില്ലേ. അപ്പോൾ നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. സാരി എടുക്കണോ ചുരിദാർ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എന്ത് വേണം? എൻ്റെ മുണ്ട് ഷർട്ട് ഇട്ട് നോക്കുന്നു, അതാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ എല്ലാരും ജീൻസിന്റെ പാന്റ് ഇടുന്നത്. ദിവസം ചെറു തല്ലി പൊളിക്കാൻ നിന്നാൽ കുട്ടികളുടെ മിണ്ടിയാ പറയുള്ളൂ ചെറു തല്ലി പൊളിക്കുന്നു. പൊളിയാത്തൊരു ചെറിയ ആരാ ചെറിയത്? എന്നെ തല്ലോ എന്തേ തല്ലി എന്താ പറ്റില്ലേ? അപ്പളേക്ക് അവൾ എടുത്തു വെച്ചു. എവിടെ മഴ ചാറിയിട്ടുള്ളൂ, പിന്നെ എങ്ങനെ മഴ പെയ്യാനാണ്? അത് ഏട്ടനല്ലേ മഴ ചാർന്ന് പറഞ്ഞത്. ഈ സാരി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സുകന്യ? ഇത് കൊടുത്താലോ ഈ സാരി? നീ ചുരിദാറിട്ട് പോക്കോ, അതാകുമ്പോ സമാധാനത്തെ പോവാ. ഇത് വേണ്ടേ? ഇതിനാണ് നല്ല ചുരിദാർ എടുത്ത് പോക്കോ, സമാധാനായിട്ട് പോവാന്ന്. ഈ സാരി എടുത്താലോ? ഏത് കണ്ടോ? എൻ്റെ കിച്ചൂര് ഞാൻ സാരി ഉടുക്കണേ ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഞാൻ സാരി ഉടുക്കണ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ ഇതോ, ഇത് ഞാൻ ഉടുത്തിട്ടേ ഇല്ല. ഇത് ഞാനില്ലേ, ഇത് സുകന്യെ ഈ സാരി ഗുരുവായൂർക്ക് മുമ്പ് എടുക്കാതെ വിചാരിച്ചിട്ട് എടുത്തതാ. അതാണ് ഗുരുവായൂർ ആണ്ടോ നോക്കിയൊക്കെ വൺ സൈഡ് ഒക്കെ കൊടുത്തിട്ട്. പച്ച സാരിയോ എടി? പച്ചടിയൊന്നും ബ്ലൗസ് കൊള്ളല്ലടി. ഞാനേ ഒന്നും കൂടി തടിച്ചു. എല്ലാവരും പറയണേ പുതിയ വീടായപ്പോൾ പ്രസിക്കും അതിൽ ഒന്നും കൂടി പ്രസി പുതിയ വീടായപ്പോൾ തടിച്ചു അറിയട്ടോ എല്ലാവരും. സത്യമായിട്ടും തടിച്ചു കേട്ടോ. എൻ്റെ കെട്ടിയോനാണ് പറഞ്ഞാലേ പറയും, എന്തെങ്കിലും സാരി ഉടുക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പം പറയും ഈ സാരി ഉടുക്കണ്ട, ഈ ചുരിദാറിട്ട സാരി ഉടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഏതെങ്കിലും കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ ഇതൊക്കെ പോവും. പക്ഷെ എല്ലാവരും നാളെ സാരി എത്ര കേട്ടാ. അപ്പം ഞാനും സാരി ഉടുത്താ. സാരി എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് സാരി എടുക്കുമ്പോൾ സാരിയിൽ ഭംഗിയുണ്ട്. അത് വലിച്ചു വാരി പുറപ്പേറ്റി മരിച്ചിട്ട് പോവാണെങ്കിൽ ഇതെന്താ സാരി? അപ്പൊ എന്താ ഏട്ടന് കൊടുക്കണം കൂടി? എത്ര പേര് ഞാനാണല്ലോ സാരി എടുപ്പിക്കുന്നത്. എന്താണ് അവരായിട്ട് സുകന്യെ എത്ര പേര് ഭാര്യമാരുടെ സാരി കൊടുത്തു കൊടുക്കണ്ട് അല്ലേ? അത് അവർക്ക് സാരി ഉടുപ്പിക്കാൻ അറിയാം, എനിക്ക് സാരി ഉടുപ്പിക്കാൻ അറിയില്ല. അതന്നെ സ്വന്തം ഭാര്യക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ചുരിദാറിന് ഇട്ടെന്താ? ഇടാ നാളെ ചുരിദാറിൻ്റെ ഇങ്ങനെ അറിയാത്ത കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സാരി കൊടുക്കട്ടെ. ഞാൻ സാരി കൊടുക്കുന്ന വീഡിയോകൾ കണ്ടിട്ടില്ലേ. പക്ഷെ അനിയേട്ടനില്ലേ സാരി കൊടുത്തിട്ട് എന്താ കുറേ ദൂരത്തേക്ക് പോകുമ്പോൾ അനിയേട്ടന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ബ്ലൗസ് അടിച്ചിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ ഒരു ബ്ലൗസ് എടുക്കണല്ലേ പോയിട്ട്. അതൊന്നും ഇപ്പോൾ കറക്റ്റ് അളവ് അതൊന്നൊക്കെയാണോ കാര്യങ്ങളല്ല. നാളെ രാവിലെ പോകേണ്ടതാണ്. റെഡിമെയ്ഡ് എടുക്കണോ? അതൊന്നും ഇപ്പോൾ നടപടിയാവണ കാര്യങ്ങളല്ല. ചുരിദാറിന് ഇടാം അല്ലേ? നല്ല ചുരിദാർ നല്ലതുണ്ടല്ലോ, അതെടുത്തിട്ടോ. പിന്നെ പണക്ക് ജീൻസ് വേണോ? ഏട്ടൻ്റെ ഇടാനല്ലേ? ഏട്ടൻ്റെ കൊള്ളില്ല. ജീൻസ് വേണമെങ്കിൽ ജീൻസ് എടുക്കേ. ഇതിപ്പോ ഒരു ആഗ്രഹമല്ലേ.
എനിക്ക് ഒരാഗ്രഹമില്ല ചേട്ടാ. അലമാര കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉണ്ടാവും നിൽക്കല്ലേ അറിയൂ. ഏ അലമാര കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉണ്ടാവും നിൽക്കല്ലേ അറിയൂ. എന്താണ് പറയുന്നത്? 4 ദിവസമായി വെള്ളം വന്നിട്ട്. ഇനിയിപ്പോൾ എന്തിനാ വെള്ളം വരുന്നു? ഇനിയിപ്പോൾ എന്തിനാ വെള്ളം വരുന്നു? എന്നാലും എന്താ ചേട്ടാ, ജലനിധിയിൽ 4 ദിവസം നമുക്ക് വെള്ളം കിട്ടി പറഞ്ഞിട്ട് എത്ര പേര് ജലനിധിത്തെ വെള്ളം കാത്തിരിക്കണവരുണ്ടെന്ന് അറിയോ? അങ്ങനെ പറ. അപ്പോ വെള്ളം വരണ്ടേ? ശരി, ഇപ്പൊ ശരി അറിയ വെള്ളം വന്നിട്ടുണ്ടേ. ഉണ്ടോ ഇവിടെ നനവ് വേണ്ട? ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അതാ കണ്ടോ, വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ല വെള്ളമായല്ലോ, നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരുന്നൂടെ? നമുക്ക് നമ്മുടെ പോലെ തന്നെ അല്ലേ വെള്ളത്തിന് വേണ്ടിട്ട് അപ്പുറത്തുള്ളവർ ആരപ്പ രാവിലെ വന്ന് പറഞ്ഞു വെള്ളമില്ലാന്നല്ലേ? വെള്ളമില്ലാന്ന് സുചിത്രേ. എന്താ ചെയ്യണില്ലേ? വെള്ളമില്ലാക്കുള്ള ബുദ്ധിമുട്ട് വെള്ളമില്ലായ്മ അനുഭവിച്ചവർക്കെല്ലാം മനസ്സിലാവും. ഇന്നലെ ഇവരില്ലേ ഈ എന്താ പറയാ പാമ്പിനെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. പാമ്പ്. എന്നിട്ട് എവിടെ വെച്ച് പാമ്പ്? അതിങ്ങനെ കത്തിച്ച് കഴിഞ്ഞു. അത് കാണിച്ചിട്ട് കരിയുണ്ട് അത് കൂടെ ഫുള്ള് പാമ്പ് കേട്ടോ. അതിങ്ങനെ കത്തിച്ച് കഴിഞ്ഞു വെച്ചാൽ പാമ്പിന്റെ പോലെ ഇങ്ങനെ നിന്നിങ്ങനെ വട്ട ഇങ്ങനെ കറങ്ങും. എന്തൊക്കെ തരം പടക്കങ്ങളാണേ പറഞ്ഞിട്ട. അനിയല്ലേ എന്താ ഇപ്പോൾ 2 എണ്ണം 40 ഉറുപ്പ്യ തോന്നുന്നു അങ്ങനത്തെ ബോക്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കത്തിച്ചിരുന്നു കേട്ടോ. നാളെ അതേപോലെ ഏട്ടന് അതേപോലെ തന്നെ പടക്കങ്ങൾ വാങ്ങിയിട്ട് കുറച്ച് പടക്കങ്ങൾ വാങ്ങി നമ്മൾ. എന്താ കൂടുതലൊന്നും വാങ്ങിയില്ല. ഇനി 10-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും 10-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-ാം തീയതി കഴിഞ്ഞ് വെച്ചാലേ പടക്കം പൊട്ടിച്ചിട്ടേ. എന്താ അത്? പാമ്പ് വേണോ? ഓ ഇതെന്താ ഇവിടെ? ചോ ആര് എന്താ പൊന്നു? എന്താണ്ടി? എന്താണ്? നമ്മുടെ മക്കളെ കാണിക്കുമ്പല്ലേ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ആവുന്നുണ്ട് അല്ലേ? അത് നമ്മുടെ അല്ലേ, ആരുടെ കുട്ടികളെ കാണിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അവിടെ നിന്നൊക്കെ പടക്കം പൊട്ടാൻ തുടങ്ങിട്ടോ. ഇന്ന് 10-ാം തീയതി? ഇന്ന് 11-ാം തീയതി. 11-ാം തീയതി 12, 13, 14 ആയി അച്ചു. ഏട്ടാ വിഷുക്കൈ നേട്ടേ കാര്യമായിട്ട് തരണം കേട്ടോ. കാര്യമായിട്ട് തരും, തമാശക്കൊന്നും തരില്ല. വിഷുക്കൈ നേട്ടത്തിൽ എന്താ തമാശ? കണ്ടോ പറയുന്നവർക്ക് അമ്മക്ക്? അതെല്ലേ. എല്ലാ പ്രാവശ്യം അച്ഛൻ 20 ഉറുപ്പ്യ തരിക. നിങ്ങൾക്ക് എത്ര തരും? 10. അതിനൊന്നും കാര്യമില്ല അച്ചു. കൈനീട്ടം കൊടുക്കാന്നല്ല, അല്ലാണ്ട് 500 1000 ഉറുപ്പികയല്ല. അങ്ങനെയൊന്നും കൊടുക്കണ്ട. 1 രൂപ അവന് ജോലിയായി കഴിഞ്ഞാൽ അവൻ തരുടി ഇങ്ങക്കൊക്കെ. 1 കോടി രൂപയൊക്കെ കിട്ടാനുള്ള ജോലിയൊക്കെ അച്ചു ചേച്ചി പഠിച്ച് ജോലി ഉണ്ടാക്കട്ടെ അല്ലേ ഏട്ടാ? എന്നിട്ട് നമുക്ക് കാണാം അച്ചു ചേച്ചീനെ. മഴ വീണുട്ടോ. എന്താ സുഖന്യ നീ ഇങ്ങനെയൊക്കെ പറയണത്? എങ്ങനെയെങ്കിലും മഴ പെയ്തൊന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു ഞാന്. നീ മഴ പെയ്യുന്നു പറഞ്ഞോ? മഴ പെയ്യട്ടെ സുഖന്യേ, മഴ പെയ്യട്ടെ. നീ പെയ്യാൻ സമ്മതിക്കും മഴേനെ. ഇങ്ങനെയായാലോ? വെയിലൊന്ന് കുറയട്ടെ. വെയിലോ? ചൂട് വെയിലല്ല. വെയിലെന്തായാലും കുറയില്ല നാളെ. അതാ എന്താ സന്തോഷം കണ്ടില്ല മഴ പെയ്യുമ്പോ? അച്ഛൻ കൂടെ ഉള്ളിൽ കയറ്. നല്ല സുഖമാണ് മഴ പെയ്യുമ്പോഴല്ലേ. മഴയൊന്നും പെയ്തില്ലെങ്കിലേ ഈ മഴ അങ്ങോട്ട് പോയാ പെടുട്ടോ. അതല്ല മഴ പെയ്യുന്ന കാര്യത്തിനല്ല പറയുന്നത്. ഇന്നലെ എന്താ കറണ്ട് പോയപ്പോ കണ്ടോ? എങ്ങനെയുണ്ടാവും? നല്ല സുഖം ഉണ്ടാവില്ല കറണ്ട് ഇല്ലാണ്ടായപ്പോ. അയ്യോ ഇച്ചിക്കൂടെ വാടാ, മഴ ചാനയുണ്ടാ. ഇന്നലെ എന്താ മണ്ണിന്റെ മണം അല്ലേ? അടിപൊളി. ആരാ പറഞ്ഞ പാമ്പ് വരുന്നു?
സുകന്യ ഓരോ കണ്ടുപിടുത്തം പറയാ. ഇങ്ങോട്ട് ഉള്ളിക്ക് നിക്ക് കുഞ്ഞുണ്ണിയെ, ഇങ്ങോട്ട് ഉള്ളിക്ക് നിക്കടാ. എന്തേ എന്താ നിനക്കണ്? ഒന്നുമില്ല, എന്താ അടുപ്പിന്റെ മുകളില് വെള്ളം മഴ ഇരിക്കണ പോണു കേട്ടോ, മഴ പെയ്യില്ല. പോയോ? അതാ പോണു. ഏട്ടാ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് മഴ പോയത്. എന്തൊരു കഷ്ടാണ്. ചുക്കുവെള്ളം മഴ പെയ്ച്ച് ഇങ്ങനെ നല്ല മഴ പെയ്യണ്ടായി. നിങ്ങളൊക്കെ കുളിക്കാനും മഴയും തമ്മിൽ എന്ത് ബന്ധമുള്ള കിച്ചോ? ചോറൊക്കെ ഉണ്ടല്ലോടി, വെക്കണോ? ഇല്ല പൊന്നാ, പോയി കുളിച്ചു കൂട്ടി. ചോറുണ്ട് ഇരിക്കണ ഒരു ചെമ്പ്. എന്നാ കുളിക്കണ്ട വേണ്ടക്ക്. ഓ ഓ അച്ഛന് എന്താണ് കട കുട്ടീനെ കൂട്ടറാ. അപ്പോഴേ നമ്മളില്ലേ കുറച്ച് ചകിരി എടുത്തേക്കട്ടെ കേട്ടോ, അപ്പുറത്ത് പോയിട്ട് വീഡിയോ എടുത്ത് നിന്നേ ചിലപ്പോ എടിയാ ചായ ദിവസം ഒരു ഗ്ലാസ് ചായ അവൻ തട്ടിക്കളയുന്നതാണ്. ഒരു ദിവസം ചകിരി എടുത്തേക്കട്ടെ, നാളെ നാളെ തീ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് സുകന്യെ പറ ടാറ്റാ ബൈ ബൈ സി യു. ടാറ്റാ ടാറ്റാ. ശരി ശരി ശരി.